നമസ്കാരം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഉടനെ നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ? അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അതിനായിട്ട് നടന്ന് കിട്ടണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ തന്നിട്ടുള്ള ഈ 2 പക്ഷികളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പക്ഷിയെ മാത്രം തിരഞ്ഞെടുക്കുക. ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതിലും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങളായാൽ പോലും അതെല്ലാം നടന്നു കിട്ടുന്നതിനുള്ള സമയങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്നുള്ള സൂചനയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ഒക്കെ വിവാഹ കാര്യങ്ങളിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഭൂമി വാങ്ങാനും വിൽക്കാനും അതുപോലെ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വരും നാളുകളിൽ വന്നു ചേരുന്നതാണ്. വളരെയധികം ആത്മവിശ്വാസത്തോടെയും ഈശ്വരചിന്തയോടെയും ഒക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരു സഹായി എന്ന രീതിയിൽ നിങ്ങൾ മുൻപന്തിയിൽ തന്നെ നിൽക്കാറുണ്ട്. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് ആത്മവിശ്വാസം നൽകാനും ഒക്കെ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ മറ്റുള്ളവർ നിങ്ങളുടെ സഹായം തേടിയെത്തിയിട്ടുള്ള പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത്. എന്നാൽ ഇത് നിങ്ങൾക്ക് പലപ്പോഴും ദോഷമായിട്ട് വന്ന് ഭവിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും നിങ്ങൾ പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ച് സ്നേഹിച്ച് സഹായിച്ചിട്ടുള്ള പലരും നിങ്ങളെ മുതലെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിയതിന് ശേഷം മാറ്റി നിർത്തിയ പല അവസരങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊന്നും നിങ്ങൾ പാഠം പഠിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നിങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരെല്ലാം നല്ലവരാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ നിങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചതികൾ വീണ്ടും വീണ്ടും നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങളത് നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നതിനായിട്ട് ചില ചുവടുവെപ്പുകൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് കൂടി വരുന്നതാണ്. കൂടുതൽ ചുമതലകൾ ജോലികളൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. എന്നാൽ അതെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയെയോ പ്രിയപ്പെട്ടവരെയോ ഒക്കെ ഓർത്ത് ചില മാനസിക വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതായത് അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയെക്കുറിച്ച് ഓർത്ത്, അതുപോലെ അവരുടെ നിരന്തരമായുള്ള കുറ്റപ്പെടുത്തലുകൾ കേട്ട് സഹിക്കാൻ പറ്റാത്തത്ര വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് നിലനിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം, അതായത് അവരുടെ സ്വഭാവത്തിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സമയങ്ങളാണ് നിങ്ങൾക്കിനി വരാനിരിക്കുന്നത്. വളരെയധികം ക്ഷമാശീലം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും എത്ര സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഒരിക്കലും നിങ്ങൾ അവരോട് പകരം ചോദിക്കാനോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനോ ഒന്നും പോവില്ല. എല്ലാ കാര്യങ്ങളും പരമാവധി ക്ഷമിച്ച് വിട്ടുകളയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ജീവിതത്തിൽ വളരെയധികം പുരോഗതി വന്നു ചേരണമെന്നുള്ള ആഗ്രഹം നിങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും ധാരാളം നേട്ടങ്ങൾ, ധാരാളം വിജയങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയം തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ്. ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യമുള്ള, ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വൈകാതെ തന്നെ വന്നു ചേരുന്നതാണ്. ഈശ്വരചിന്തയോടും ആത്മവിശ്വാസത്തോടും ശുഭപ്രതീക്ഷയോടും കൂടി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കടന്നു വരും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഇവിടെ കാണുന്നത്.
അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അതായത് നിങ്ങളുടെ പാസ്റ്റ് അത്ര സുഖകരമായിരുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് തന്നെ മുന്നേറി വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും നഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾ പറഞ്ഞതും ചെയ്തതുമായ പല കാര്യങ്ങളും അബദ്ധങ്ങളായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളിപ്പോൾ പശ്ചാത്തപിക്കുന്നുമുണ്ട്. എന്നാൽ ഇനി മുന്നോട്ടും ഇതുപോലുള്ള സാഹചര്യങ്ങളെ അല്ലെങ്കിൽ പല വിഷമഘട്ടങ്ങളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അതിനെയെല്ലാം നിങ്ങൾ പൂർവാധികം ശക്തിയോടെ തന്നെ അതിജീവിക്കുന്നതാണ്. അതിനുള്ള മനോബലം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി നിങ്ങൾക്ക് നൽകും എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലാണ് പൊതുവെ നിങ്ങളുള്ളത്. എന്നാൽ ഇനി നിങ്ങൾക്ക് അത്തരത്തിലുള്ള ടെൻഷനുകളുടെയൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടദേവതയെ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വന്ന് ഭവിക്കുന്നതാണ്. പൊതുവെ എല്ലാവരോടും വളരെ ശാന്തമായി സൗമ്യമായി ഇടപെടാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഒന്നിനെയും എടുത്തു ചാടി സമീപിക്കാതെ. ഇപ്പോൾ അഭിപ്രായങ്ങൾ പറയുന്നതിലായാലും തീരുമാനങ്ങൾ എടുക്കുന്നതിലായാലും എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടുകൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അഭിപ്രായങ്ങൾ പറയാനും തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കാറുള്ളൂ. കലാപരമായ ധാരാളം കഴിവുകൾ നിങ്ങളിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിവുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു മടിയും നിങ്ങൾ കാണിക്കാറില്ല. ഇപ്പോൾ ചില വ്യക്തികളുണ്ട്, മറ്റുള്ളവർക്ക് നല്ലത് വന്നാലോ എന്ന് ചിന്തിച്ച് പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മറച്ച് വെക്കുന്നവർ. എന്നാൽ അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് നിങ്ങൾ. നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മറ്റുള്ളവർക്ക് നല്ലത് വന്ന് ചേരുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നൊരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട് ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വന്നു ചേരും എന്ന ഒരു സൂചനയും ഇവിടെ കിട്ടുന്നുണ്ട്. അത് പുതിയൊരു ജോലി കിട്ടുന്നതാവാം, അല്ലെങ്കിൽ ജോലിയിൽ ഉയർന്ന ശമ്പളം കിട്ടുന്നതാവാം. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ചില വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ ചില മാനസിക വിഷമങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവുമൊക്കെ കിട്ടുന്ന ചില ശുഭകാര്യങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നൊരു സൂചനയും ഇവിടെ കിട്ടുന്നുണ്ട്. വരും നാളുകൾ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരുന്ന നാളുകളാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്കുള്ള പ്രതീക്ഷകൾക്കൊക്കെയുള്ള ഒരു ഫലം ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷയോടെ ഇഷ്ടദേവതയെ നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.